അമ്മമാരും കൂടെ കാത്തു നിൽക്കുക രാഹുകാലം വരെ. ഒന്നും കൂടെ ഇറങ്ങി വേണോ? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ മണിയാ. അവിടെ ചെന്നാൽ കണ്ട പിള്ളേരായിട്ട് കൂട്ടുകൂടി നടക്കരുത്. ഇല്ല. അവരെ കൊണ്ടൊരു ദുഷിച്ച അഭിപ്രായം പറയിപ്പിക്കാൻ നീ ഇടവരുത്ത്. ഇല്ല. പറയുന്ന എന്താന്ന് വെച്ചാൽ കേട്ട് അതിന് മറ്റിനും മര്യാദയ്ക്കും നിന്നോണം. ഇല്ല. പറയണ കേട്ടോ? നീ കേട്ടു. കടത്തു പോകാൻ താമസമുള്ളതായത്? ഇല്ല, ഇപ്പൊ പോവും. അച്ഛാ, എനിക്ക് വീട് വരെ ഒന്ന് പോണം. എന്തിനാടാ? പോണം, ഇപ്പൊ വരാം. ഒന്നും കൂടെ വാടാ. പറഞ്ഞ പുസ്തകം വന്നില്ലെങ്കിൽ എന്തിനാ സാർ? അതിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങിച്ചേക്കണം. ശരി. പിന്നെ അവരെ കൊണ്ടുവരാൻ വണ്ടി വെക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ. എത്ര മണിക്ക്? 9:30. ശരി, പോയിക്കോ. ഇതാണോ എറണാകുളം? ഇവിടുത്തെ ആൾക്കാര് എറണാകുളം എന്നാ പറയുന്നത്. മണിയമ്പിളേക്ക് വരണം. അച്ഛൻ പോയതിൽ മണിയമ്പിളയ്ക്ക് വിഷമമുണ്ടോ? അതെന്താ? വീട്ടിലാണ് അച്ഛൻ എന്നെ കണ്ടവാനം തല്ലും. എന്തിനാ? അത് എന്റെ കൈയിരിപ്പ് കൊണ്ടാ, വെറുതെ അല്ല. പക്ഷെ ബാബുവിന് തല്ലത്തില്ല. ആരാ ബാബു? എന്റെ അനിയൻ. കോളേജിൽ പഠിക്കുവാ, പഠിക്കാൻ മുടുക്കനാ. ഇതെന്താ പൊയ്ക്കട്ടെ? ഇതെന്റെ ഉടുപ്പാ. ഇതെന്താ കൈ വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ മുറി കാണിച്ചു തരാം. ഇതാണ് മണിയമ്പിള്ളയുടെ മുറി. എന്താ, ഇഷ്ടപ്പെട്ടോ? ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചാല്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കി വെക്കാം. അച്ഛൻ മണിയമ്പിള്ള വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഉണ്ടതാ. വൈകിട്ടോ? വൈകിട്ടൊന്നും കഴിച്ചില്ല. ബോട്ട് നിർത്തിയെടുത്ത് വെച്ച് ഞാൻ ചായ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവിടുത്തെ ചായയൊക്കെ ചീത്തയാകും. ശരി, വാ. ഒറ്റയ്ക്കാ ഉള്ള ഇവിടെ? ആര്? റഹീമിന്റെ അച്ഛൻ. റഹീമിന്റെ അച്ഛനോ? അതുകൊള്ളാം. റഹീമിന്റെ മകനൊന്നുമല്ല, ഇവിടുത്തെ ഡ്രൈവറാ. പിന്നെ മണിയമ്പിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അതല്ലേ സൗകര്യം? പിന്നെ എനിക്ക് ഒരു മകളെ ഉള്ളൂ. അവളും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കുക. അവരിപ്പോ വരും. റിസർവ് ചെയ്ത ബുക്ക് വന്നില്ല സർ, അതുകൊണ്ട് സാർ പറഞ്ഞ ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങി. ഇറ്റ്സ് ഓൾ റൈറ്റ്. റഹീം, മണിയമ്പിള്ള പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കുക. ഇവിടെ നമ്മുടെ ശ്രീമതി ഞാൻ മധുരമുള്ള എന്തെങ്കിലും കഴിച്ചേക്കുമോ എന്ന് പേടിച്ച് എല്ലാം പൂട്ടി വെച്ചിട്ട് പോയിരിക്കുക. ശരി, വാ. മണിയമ്പിള്ള, എന്ത് ആഹാര സാധനം ആവശ്യമുണ്ടോ അത് ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. പൊക്കോ.
ഇവിടെ കൊട്ടകയുണ്ടോ? കൊട്ടകയോ? ആ, സിനിമ കൊട്ടക. ഓ, തിയേറ്റർ ധാരാളം ഉണ്ടല്ലോ. ഇതാ കാണുന്നതേ ഒരു തിയേറ്ററാ. ഞാൻ ഒത്തിരി പടം കാണുന്ന കൂട്ടത്തില. നാട്ടിലാണെ ബാക്കരണ്ണ എന്നെ ചുമ്മാ കൊട്ടയെ കയറ്റും. ആരായി പാക്കരണ്ണൻ? കൊട്ടയെ പണിയുള്ള ആളാ. ബാക്കരണ്ണൻ ടിക്കറ്റ് കയറി കൊടുത്താലേ പടം കളിക്കത്തുള്ളൂ. സിനിമ കാണത്തില്ലയോ? വല്ലപ്പോഴും. എന്താ പേരെന്ന് പറഞ്ഞ്? മണികണ്ഠൻപിള്ള. ഇതെങ്ങനെയാ ഓടിക്കുന്നേ? അതിലൊത്തിരി പഠിക്കാനുണ്ട്. ശരി, അത് പഠിപ്പിക്കാവോ? പിന്നെന്താ, ഏതായാലും മണിയമ്പിള്ള വന്നല്ലേ ഉള്ളൂ. വരട്ടെ. എന്താ റഹീം ചിരിക്കുന്നത്? ഒന്നുമില്ല സാർ. അതല്ല, എന്തോ കാര്യമുണ്ട്. അല്ല, ഞാൻ നമ്മുടെ പുതിയ അസിസ്റ്റന്റിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഓ, മണിയമ്പിള്ള പാവം. എന്നിട്ട് അവൻ എവിടെ? ഇവിടെ ഒന്നില്ലേ? ഇല്ല. നിങ്ങൾ ഇവിടെ പോയി? ഞാൻ കാറിൽ ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടയിൽ പോയിട്ട് വരുവാ. ഒരു നോക്കൂ. ഇറങ്ങി വാ. ഇതെന്താ തുറന്നു വരാതെ പോയേ? വേണ്ട. ഹലോ ഡാഡി. എന്താ പറഞ്ഞു ഇത്രയും വൈകിയത്? ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. അവിടെ ഒന്ന് ഇറങ്ങാൻ കഴിയണ്ടേ? ഇപ്പൊ തന്നെ ഇറങ്ങിയത് ഇത്ര ബുദ്ധിമുട്ടിയാണെന്നോ? ഇത്തവണ ഞാൻ അങ്കിളിനെ പറ്റിച്ചു ഡാഡി. എങ്ങനെ? കുറെ നാളായി പറയുന്നു എനിക്ക് ചെടികൾ തരണമെന്ന്. ആ. അന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്നെ തരാമെന്ന്. അങ്കിള് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലില്ല എന്ന്. ലുക്ക് ഡാഡി, 3 varieties of rose. 3 varieties? Oh, that's good. ഓ, പിന്നെ അതിനെ പറ്റിയായി വർത്തമാനം. അമ്മയും മകളും കൂടി ചെടിക്ക് വന്നതാണത്രേ. ഓ, ആ ജയദേവന്റെ ഒരു നാക്ക്. ആ, പറയൂ ബിന്ദു, അച്ഛൻ ചെല്ലാത്തതിൽ അവരെത്ര പരിഭവിച്ചെന്ന്. ആ, അങ്കിൾ ഞങ്ങളെ കുറ്റം പറഞ്ഞത്. ഇനി നേരിട്ട് കാണുമ്പോഴേ ബാക്കി പറയാനിരിക്കുക. ആര്? ജയദേവനല്ലേ? അയാൾ അതും പറയും, അതിലപ്പുറവും പറയും. വെറുതെ ക്ലബിൽ പോയിരുന്ന് നിന്റെ മമ്മിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് പരദൂഷണം പറയുന്ന സമയമുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഒരു പുസ്തകം വായിച്ചു തീർത്തുകൂടെ മോളെ? പുതിയ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ആര് പറഞ്ഞു? തിരിച്ചു വരുമ്പോൾ റഹീം പറഞ്ഞു. എവിടെ ഡാഡി ആള്? ആ മുറിയിലുണ്ട്. 1 second. ആ, ആ? അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഡോക്ടർ കോശി മുതലാളിയെ കണ്ടു. കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിന് ചെല്ലാത്തതിന് ഒരു ഡോസും തന്നു. മമ്മി മമ്മി, ഒരു രസം കാണണോ? എനിക്ക് വാ. ഈ മമ്മി. എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? അവനിങ്ങോട്ട് വന്നു കയറിയില്ല, അതിനിപ്പോ തുടങ്ങിക്കണം. ദേ, നിന്റെ ഈ സ്വഭാവം മാറ്റണം. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, ഉടനെ അങ്ങ് പറഞ്ഞേക്കുക. അടുത്ത 6 മാസത്തേക്ക് ഇനി അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു പോരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബുദ്ധിക്ക് അല്പം മന്ദതയുണ്ട് എന്ന് വിചാരിച്ച് ഭ്രാന്തനൊന്നുമല്ല. പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു കഴിവുണ്ട്. നീ വാ, നമുക്കെല്ലാം കഴിക്കാം. എഴുന്നേറ്റ്.